അവർക്ക് CPM യഥാർത്ഥത്തിൽ ഇന്ന് ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ലോക്കൽ സെക്രട്ടറി വരെയുള്ളവർ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ അഴിമതിയെ ന്യായീകരിച്ച് CPM എന്ന പാർട്ടിയുടെ ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ സാധാരണ സഖാക്കൾ ഇന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇനി കഴിഞ്ഞ ദിവസങ്ങളിൽ SFIO കോടതിയിൽ ഫയൽ ചെയ്ത ചാർജ് ഷീറ്റുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ നാളിതുവരെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കരിമണൽ കമ്പനിയിൽ നിന്നും ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ അഴിമതി പണമായി മുഖ്യമന്ത്രിയുടെ മകൾ കൈപ്പറ്റി എന്നത് ഇത്രയും കാലം CPMഉം മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഇടത് കേന്ദ്രങ്ങളും നിഷേധിച്ചുകൊണ്ടിരുന്നത് പച്ചയായ യാഥാർത്ഥ്യമാണ് എന്ന് ഇന്ന് ഒരു കുറ്റപത്രത്തിൻ്റെ രൂപത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇതുവരെ നിരവധി പ്രതിരോധങ്ങൾ ഈ കാര്യത്തിൽ തീർക്കാൻ CPM പരിശ്രമിച്ചു, മുഖ്യമന്ത്രി പരിശ്രമിച്ചു. തൻ്റെ മകളെ കേട്ടിട്ടില്ലെന്നും മകളുടെ ഭാഗം കേൾക്കാതെയാണ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇതുപോലൊരു നിഗമനത്തിലെത്തിയതുമെന്നും ആയിരുന്നു ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ CPM അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഇടപാടാണ് എന്നും പറഞ്ഞു. നൽകിയ സേവനത്തിനാണ് പണം വാങ്ങിയിരിക്കുന്നതെന്നും വാങ്ങിയ പണത്തിന് നികുതി അടച്ചെന്നും എന്നുള്ളതാണ് CPMൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഡിഫൻസ് ആയിരുന്നു. ഇത് അദ്ദേഹം നിയമസഭയ്ക്ക് പുറത്തും പ്രസ്താവിച്ച കാര്യമാണ്. പക്ഷേ ഇന്ന് വീണയുടെ കമ്പനിയിലെ ഉദ്യോഗസ്ഥരുടെയും വീണയ്ക്ക് പണം നൽകിയ CMR ഉദ്യോഗസ്ഥരുടെയും മൊഴി SFIO രേഖപ്പെടുത്തുകയും അത് പരിശോധിക്കുകയും ചെയ്തപ്പോൾ വീണയുടെ കമ്പനിയോ കരിമണൽ കമ്പനിക്ക് CMRലിന് ഒരു സേവനവും നൽകിയിട്ടില്ല എന്നും ഒരു സേവനവും നൽകാതെ കോടാനുകോടി രൂപ കൈപ്പറ്റി എന്നുമുള്ള വളരെ ക്ലാരിറ്റിയുള്ള ഒരു ചാർജ് ഷീറ്റ് മുമ്പിൽ വന്നിട്ട് അതിനെപ്പോലും തള്ളിക്കളയുന്ന അല്ലെങ്കിൽ അതിനെപ്പോലും പരസ്യമായി അത് തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ CPM ശ്രമിക്കുമ്പോൾ അവർക്ക് CPM യഥാർത്ഥത്തിൽ ഇന്ന് ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ നിൽക്കുകയാണ്. അഖിലേന്ത്യാ സെക്രട്ടറി മുതൽ ലോക്കൽ സെക്രട്ടറി വരെയുള്ളവർ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തിയ അഴിമതിയെ ന്യായീകരിച്ച് CPM എന്ന പാർട്ടിയുടെ ഉടുമുണ്ട് നഷ്ടപ്പെട്ട അവസ്ഥയിൽ സാധാരണ സഖാക്കൾ ഇന്ന് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ്. ഇനി എന്തുമാത്രം നിങ്ങൾ ന്യായീകരിക്കുന്നോ അത്രയും ഈ പാർട്ടിയുടെ മുഖം വികൃതമാകത്തേ ഉള്ളൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ഇവർ പറഞ്ഞത് കമ്പനി നൽകിയ സേവനത്തിനുള്ള പണമാണ് കൈപ്പറ്റിയെന്ന് വന്നു. ഇപ്പോൾ SFIയുടെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തപ്പോൾ നമ്മൾ ഇതുവരെ കമ്പനി കൊടുത്ത 1,72,00,000 ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചാർജ് ഷീറ്റിൽ വീണയ്ക്കെതിരെ വന്നിരിക്കുന്നത് 2,70,00,000 രൂപ. മറ്റൊരു 1 കോടി രൂപയോളം എന്ന് പറയുന്നത് എംപവർ ഇന്ത്യ എന്ന് പറയുന്ന CMRLന്റെ സഹോദരി സ്ഥാപനമായ കമ്പനിയിൽ നിന്നും ബാങ്ക് മുഖാന്തരം വായ്പ വാങ്ങുന്നു എന്ന പേരിൽ വാങ്ങിയ പണം ഇപ്പോൾ കടലാസുകൾ പരിശോധിച്ചാൽ വീണ വിജയനും അല്ലെങ്കിൽ കമ്പനിയും തിരിച്ചടച്ചതായിട്ടാണ് കടലാസിൽ കാണുന്നത്. പക്ഷേ ആ പണം എംപവർ ഇന്ത്യക്ക് തിരിച്ചു വന്നതായി കാണുന്നില്ല. അത് ഏത് സേവനമാണ്? അതെന്ത് സേവനമാണ്? അതിനെവിടെയാണ് നികുതി അടച്ചത്? അപ്പോൾ ആ പണം അഴിമതി പണമാണ്. അല്ലാതെ കരാറിൻ്റെ പേരിൽ കൈപ്പറ്റിയ പണവും അഴിമതി പണമാണ്. വീണ വിജയനും എക്സാലോജിക്കും പണം കൈപ്പറ്റിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരിക്കുന്നത് കൊണ്ട് CMRLൻ്റെ ഉദ്യോഗസ്ഥരും CMRLൻ്റെ MDയും ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ മുമ്പിൽ പറഞ്ഞ കാര്യം, ഞങ്ങൾ നടത്തുന്നത് പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്ന വ്യവസായമാണ്. ആ വ്യവസായം സുഗമമായി കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഞങ്ങൾ അധികാര സ്ഥാനങ്ങൾക്കിരിക്കുന്നവർക്ക് പണം നൽകണമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി നൽകിയ പണം അധികാര സ്ഥാനത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കയ്യിലാണ്. 2016 മുതൽ ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ വകുപ്പ് കയ്യിലിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കയ്യിലാണ്. മലിനീകരണ നിയന്ത്രണ വകുപ്പാണ് മലിനീകരണം ഉണ്ടാക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി എടുക്കുന്നതിനും നടപടി എടുക്കാതിരിക്കുന്നതിനും വേണ്ടി നൽകുന്ന പണം അഴിമതി പണമാണ്. വീണ വിജയന് നൽകിയ പണം, വീണ വിജയന്റെ കമ്പനിക്ക് നൽകിയ പണം പിണറായി വിജയന് വേണ്ടി നൽകിയതും അവർ വാങ്ങിയത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സ്വീകരിച്ചുമാണ്. മുഖ്യമന്ത്രി നിയമസഭയിലും പുറത്തും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറഞ്ഞത് പച്ചക്കള്ളമാണ് എന്ന് തെളിഞ്ഞിരിക്കും. ഞാൻ പല ആവർത്തി മുഖ്യമന്ത്രിയോട് ചോദിച്ചു, PV എന്ന് പറയുന്നത് ഞാനല്ല എന്ന് നിങ്ങൾ ഒരു വട്ടം കേരള പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞില്ലേ? ഇന്നുവരെ നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? PV എന്നത് പിണറായി വിജയനാണ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. മറ്റേത് പിണറായി വിജയനാണ് ഉള്ളത്? മറ്റേത് പിണറായി വിജയനാണ് വീണ വിജയന്റെ അച്ഛനായി ഉള്ളത്?
നിങ്ങൾ പറയണം. എത്ര വട്ടം നിങ്ങളോട് ചോദിച്ചു? എല്ലാം പച്ചയായ യാഥാർത്ഥ്യമായി പുറത്തു വരികയാണ്. സത്യത്തെ ഒരു കാരണവശാലും മൂടിവെക്കാൻ കഴിയില്ല. ഒരു കള്ളം 9 കള്ളം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ കഴിയില്ല. ഓരോ ദിവസം കഴിയും തോറും ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇതുപോലെ പച്ചയായി തുറന്നു വരുന്നതിലുള്ള സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത്. ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അന്തിമമായ വിജയം നീതിയുടെയും സത്യത്തിൻ്റെയും ഞങ്ങളുടേതുമായിരിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പിണറായി വിജയനിലേക്ക് അന്വേഷണം എത്തും. കാരണം പേരില്ലെങ്കിൽ പോലും വീണ വിജയനിലേക്ക് എത്തി നിൽക്കുന്നു. ഇനി പിണറായിലേക്ക് എത്തുന്ന ബി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ആവർത്തിക്കുകയാണ്. പിണറായി വിജയൻ പ്രതിപ്പട്ടികയിൽ വരുന്ന നാളുകൾ അതിവിദൂരമല്ല. കാരണം ഇതിൽ നിന്നും ഒളിച്ചോടാനോ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ ഇതിന്റെ ഉത്തരവാദിത്തമില്ല എന്ന് സ്ഥാപിക്കാനോ പിണറായി വിജയന് കഴിയില്ല. നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം ജസ്റ്റ് കീപ്പ് ഇൻ മൈൻഡ്.